ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ ആലോചിക്കുക. ഞാൻ പതിവ് പോലെ പറയാറുള്ള പോലെ ഒരു 20 സെക്കൻഡ്സ് എങ്കിലും ആ വ്യക്തിയുടെ മുഖം നന്നായി മനസ്സിൽ ആലോചിച്ച് നിങ്ങളിലേക്ക് അവരുടെ എനർജിയെ കൊണ്ടുവന്ന ശേഷം ഒരു ഫയൽ ചൂസ് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, എന്താണ് അവർക്ക് ഇപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു, എന്താണ് അവരുടെ മനസ്സിൽ. ഇനി മുന്നോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിലവിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ മുന്നോട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനായി ഇവിടെ 3 ഫയലുകൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തത്തയാണ്, ഫയൽ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിന് പ്രാവാണ് ഫയൽ നമ്പർ 2. പിന്നെ ഫയൽ നമ്പർ 3 എന്ന് പറയുമ്പോൾ നമുക്ക് മയിലിൻ്റെ പടമാണ്, പീക്കോക്കാണ്. ഇത് ഫയൽ നമ്പർ 3 ആയി കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു 20 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ ഊർജം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഫയൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫയൽ നമ്പർ 1 തത്ത ചൂസ് ചെയ്തവർ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം, ആ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങൾ റീഡിംഗ് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഓരോന്നായി പരിശോധിക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ദ ചാരിയറ്റ്, 7 of Pentacles, Six of Wands, Moon. ഓക്കെ, കറൻ്റ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പിണക്കം, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റ്, ഒരു വഴക്ക്, എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് തർക്കങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഒന്ന് ഇമോഷൻസൊക്കെ ഒന്ന് കലങ്ങി മറിഞ്ഞ് നിങ്ങൾ ആ വഴക്കിട്ടതിൻ്റെ, നിങ്ങൾ തമ്മിൽ ആ വാക്ക് തർക്കം, ആ സംസാരം ഉണ്ടായതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലിട്ട് ഇങ്ങനെ പുള്ളി അലട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വ്യക്തി. നമുക്ക് പിന്നെ പറയാൻ ഒരു കാര്യം, ഈ വ്യക്തി നല്ലൊരു സമ്പാദ്യശീലമുള്ള വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ നല്ല ഉത്സാഹമുള്ള ഒരാൾ തന്നെ ആയിരിക്കും ഈ വ്യക്തി. പിന്നെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിച്ച് മുന്നേക്ക് വരണം എന്നുണ്ട്. ബട്ട് എവിടേക്കോ പുള്ളി ഒരു ചലഞ്ചസ്, ഒരു ആരൊക്കെയോ തേർഡ് പാർട്ടീസ് ആരൊക്കെയോ വിലക്കുന്നതായിട്ടോ എന്തൊക്കെയോ സംതിങ്, ആരോ പിന്നിൽ നിന്ന് വലിക്കുന്ന ഒന്നുകിൽ പുള്ളിയുടെ തന്നെ ഇമോഷൻസ് ആകാം, അല്ലെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ആരെങ്കിലും മേ ബി നിങ്ങളുടെ ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരം വെച്ചിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ്. മാത്രമല്ല ആ കാരണത്താണ് ആ വ്യക്തി വളരെയധികം മുന്നോട്ട് മെസ്സേജ് അയക്കണോ, കോൾ ചെയ്യണോ, വരണോ, വേണ്ടയോ, ഭയങ്കര കൺഫ്യൂഷൻ ഈ വ്യക്തി അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്ഥിരത പ്രതീക്ഷിക്കാം.
കാരണം ബോട്ടം ഓഫ് ഡെക്ക് നമുക്ക് 10 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കറൻ്റ്ലി ആ വ്യക്തി ആശയക്കുഴപ്പമാണ്. മൂണാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. അപ്പം ആശയക്കുഴപ്പം നിമിത്തം മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുന്നേക്ക് വരാൻ പറ്റാതെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പിന്നെ ആളുകൾ ഇങ്ങനെ മറ്റുള്ള തേർഡ് പാർട്ടീസിൻ്റെ മേ ബി ഒരു കൈ കാണും. അതുകൊണ്ട് അവരിങ്ങനെ മേ ബി ഒരു പിൻവാങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ ഈ ബന്ധം, ഈ പയൽ തിരഞ്ഞെടുത്തവരുടെ, ഈ കാർഡ് ചൂസ് ചെയ്തവർക്ക് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ബട്ട് തീർച്ചയായും ആ വ്യക്തി മുന്നേക്ക് വരും. നിങ്ങളുടെ ബന്ധത്തിനൊരു ബാലൻസ് എന്ത് തന്നെ ആയാലും തീർച്ചയായും ഉണ്ടാകും. ബട്ട് ഇപ്പോൾ ഒരു കലക്ക വെള്ളത്തിലവസ്ഥ, അതാണ് ഈ ബന്ധം ഇപ്പോൾ അനുഭവിക്കുന്നത്. പൈൽ നമ്പർ 1 പാരറ്റ് ചൂസ് ചെയ്തവർക്ക് എന്ത് തന്നെയായാലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ്, അകൽച്ച, കമ്മ്യൂണിക്കേഷൻ കുറവ്, എന്ത് തന്നെ ആയാലും അത്ര ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും ഒന്നുകിൽ നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങളുടെ ഫാമിലി അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്നോ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അവരുടെ ഭാഗത്ത് ആരൊക്കെയോ പിൻവലിക്കാൻ നിർബന്ധിക്കുന്ന അല്ലെ ഉൾവലിഞ്ഞ് മാറാനൊരു ശ്രമം പുള്ളി മീൻസ് ലേഡിയാവാം, ജെൻസാവാം, ആരാകാം. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയെ കൊണ്ടുവന്ന് പിൻവലിഞ്ഞ് നിൽക്കാനൊരു ശ്രമം അവിടെ നടത്തുന്ന പോലെയാണ് നമുക്ക്. ബട്ട് പുള്ളിക്ക് മുന്നോട്ട് വരണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ചാരിയറ്റാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കലങ്ങി പറഞ്ഞ മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ സംസാരത്തെ തുടർന്നുണ്ടായ ആ ഒരു പൊരുത്തക്കേടായിരിക്കാം. ആ ഒരു ഇതിൻ്റെ കൊണ്ട് ചിലപ്പോൾ ഇമോഷൻസ് പുള്ളി ആ ഫൈറ്റിങ്ങിനെ കുറിച്ച് വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നുണ്ടാവാം. അപ്പം ആ ഒരു ആശയം, നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു ആശയവൈരുദ്ധ്യം, അത് ചിലപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ മാനസികമായി ബുദ്ധിമുട്ട്, വിഷമം ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ ആണ് ഇപ്പോൾ. ബട്ട് ഇൻ ഫ്യൂച്ചർ തീർച്ചയായും നിങ്ങൾക്കൊരു ബാലൻസ് വരും. ഇൻ ഫ്യൂച്ചർ തീർച്ചയായും അതിന് അനുകൂലമായ ഒരു ബാലൻസിന് അനുകൂലമായ സാഹചര്യം, എല്ലാം സിറ്റുവേഷൻസ് ഒക്കെ അതിന് മാച്ചായി വരുമെന്നാണ് ഇൻ ഫ്യൂച്ചർ കാർഡിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നുകൂടെ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് എന്ത് മെസ്സേജാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. വാവ്, അലൈൻമെൻറ്റ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ട്രൂ ലവ് ആണ്. പേടിക്കണ്ട, നഷ്ടപ്പെടില്ല. ആസ് യു ലിവ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് യുവർ ട്രൂത്ത്, ദ റൈറ്റ് ലവ് അലൈൻ വിത്ത് യു. ശരിയായ പ്രണയം തീർച്ചയായും നിങ്ങളുമായി എപ്പോഴും അലൈൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ പ്രണയം ശരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു അലൈൻമെൻ്റ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നേഹബന്ധമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈവൻ സൗഹൃദമാകാം, എന്ത് തന്നെയാകാം, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി എന്ത് തന്നെയായാലും ആ വ്യക്തിയെ നിങ്ങൾക്ക് തന്നത് യൂണിവേഴ്സ് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ലവ് ആണ്, നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കിനി പൈൽ നമ്പർ 2 പോകാം. ഓക്കെ, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർ പ്രാവാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിലോർക്കുക. ആ വ്യക്തിക്ക് മുന്നോട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്, പിന്നെ ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ള, ആ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നറിയാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മനസ്സിലുള്ള വ്യക്തി
വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാമാണ്? ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കം വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഉണ്ട്, ലെസ് കോണ്ടാക്റ്റ് ഉണ്ട്. ആത്മാർത്ഥമായി വളരെയധികം ഹൃദയം കൊണ്ട് സ്നേഹിച്ച രണ്ട് വ്യക്തികൾ, ഒരു സംസാരം, തീർച്ചയായും ഒരു സംസാരം ഉണ്ടാവുകയും അതിനെ തുടർന്ന് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തെറ്റി, എന്നിട്ട് വാശി പിടിച്ച് ഭയങ്കര ഇതിൽ സ്ത്രീയാകാം പുരുഷനാകാം രണ്ടുപേരും നല്ല ഒരുപോലെ വാശി പിടിച്ച് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. ആരും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന മനോഭാവമുള്ളവരല്ല. രണ്ടുപേരും ഒരു ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് നാല് കൊമ്പ് എന്നൊക്കെ പറയുന്ന കണക്ക് ആ ഒരു തരത്തിൽ. എന്നാൽ രണ്ടുപേരുടെ ഹൃദയത്തിൽ ഭയങ്കര സ്നേഹമുള്ള രണ്ട് വ്യക്തികളാണ്, അങ്ങേയറ്റം സോൾമേറ്റ് എനർജി ഉള്ള രണ്ട് വ്യക്തികളാണ്. ബട്ട് ഇപ്പോൾ വാശി പിടിച്ചിട്ട് രണ്ടുപേരും ഈഗോ ക്ലാഷ്, ഈഗോ ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല. സ്വയം രണ്ടുപേരും ചിന്തിക്കുകയാണ്, എന്നോട് സ്നേഹമില്ല, അല്ലെ പുള്ളി അവർ വിചാരിക്കും അവരോട് സ്നേഹമില്ല, ഇവർ വിചാരിക്കും ഇല്ല നമ്മളോട് സ്നേഹമില്ലായിരിക്കും. രണ്ടുപേരും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് വ്യക്തികളും രണ്ടുപേരും ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയാണ്, ഇല്ല എന്നോട് സ്നേഹമില്ലായിരിക്കും, മറ്റേ ആൾ ജനയ്ക്ക് എന്നോട് സ്നേഹമില്ലായിരിക്കും. അങ്ങനെ പരസ്പരമല്ലോ ഞാൻ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ എന്ത് കാരണമാണോ നിങ്ങൾക്കിടയിൽ ഈ പിണക്കം ഉണ്ടായത്, ആ കാര്യങ്ങൾ തന്നെ മനസ്സിലിട്ട് രണ്ടുപേരും ഓർത്തോർത്ത് ആ വഴക്കിന് വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് ആ സ്വന്തം ചിന്തയിൽ തന്നെ കുടുങ്ങി നിൽക്കുക. എന്നാൽ വളരെയധികം സ്നേഹം ഉള്ളിൽ കവിഞ്ഞൊഴുകുന്നുണ്ട് താനും. പിന്നെ പിടിവാശിക്ക് യാതൊരു കുറവുമില്ല എന്ന് ഈ കാർഡുകളിൽ നിന്ന് വ്യക്തമാണ്. എന്ത് തന്നെയായാലും ആ വ്യക്തിയിൽ നിന്ന് ഒരു കോൾ, മെസ്സേജ്, ഒരു വണ്ടർഫുൾ ടൈം നിങ്ങൾക്ക് ഒന്നിച്ച് ഉടൻ നിങ്ങളുടെ അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാം. തീർച്ചയായും ഇപ്പോൾ പിണക്കമാണ് അല്ലെ എന്തെങ്കിലും വിഷയം ഉണ്ട് എങ്കിൽ അതൊക്കെ മാറിയിട്ട് തീർച്ചയായും ഒരു പുതിയ ഒരു ഒഴുക്ക്, ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹം എന്നൊക്കെ പറയുന്ന കണക്ക് അത് തീർച്ചയായും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വീറ്റ് മെസ്സേജ്, കോൾ ഒക്കെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നമൊക്കെ മാറി വീണ്ടും നിങ്ങൾ ഒന്നിച്ചൊരു നല്ല സ്നേഹ ദിനങ്ങൾ വരുമെന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, വാവ്, ഫുൾ പോസിറ്റീവാണ്. ഒരു സെലിബ്രേഷൻ, നിങ്ങൾക്ക് ആ പിണക്കമൊക്കെ മറന്ന് ഒരു ക്ലാരിറ്റിയോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായും ഒരു നല്ല ബിഗിനിങ്, നല്ല ഒരു പുതിയ വീണ്ടും ഒരു പുനർജന്മം പോലെ വീണ്ടും ഒരു തുടക്കം, ഒരു റിന്യൂവൽ എനർജി തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തെങ്കിലും പിണക്കമോ ആശയപരമായ എന്തെങ്കിലുമൊക്കെ ചർച്ചക്കുറവോ മിണ്ടാതിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ പേടിക്കേണ്ട, അതൊക്കെ മാറും എന്നാണ് ഈ പൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. രണ്ടുപേരും നല്ല വാശി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ കണക്കാണ് ഇപ്പോൾ. ബട്ട് ഇൻ ഫ്യൂച്ചർ അതൊക്കെ മാറി നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് പൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ റീഡിംഗായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാർഡും കൂടി നിങ്ങളുടെ എന്താണ് പറയുന്നത് നോക്കാം. രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാൻ മിണ്ടില്ല, ആൾ മിണ്ടില്ല, രണ്ടുപേരും ബൗണ്ടറി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബൗണ്ടറി വെച്ചിട്ട് അതിനുള്ളിൽ തന്നെ ആ പുള്ളി വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, രണ്ടുപേരും വാശി പിടിച്ചിട്ട്
ഒരു കോംപ്രമൈസ് ചെയ്യാൻ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. രണ്ടുപേർക്കും വാശി. ആഹാ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയുടെ പുറത്തിരിക്കുന്നതാണ്. ബൗണ്ടറീസാണ് നമുക്ക് കിട്ടിയത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിഞ്ഞിരുന്ന് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാത്ത അവസ്ഥ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ ദൈവാനുഗ്രഹം അത് ഒക്കെ മാറി നിങ്ങൾ നല്ല ഒരു വീണ്ടും ഒരു ബിഗിനിങ് നിങ്ങളുടെ വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പൽ നമ്പർ 3 പീകോക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് എന്താണ് നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക, ആലോചിക്കുക, ആ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക, റീഡിങ് ശേഷം കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. പൽ നമ്പർ 3 തിരഞ്ഞെടുത്തവരുടെ മനസ്സിലുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നിലവിലത്തെ സിറ്റുവേഷൻ്റെ അവസ്ഥ, നിങ്ങളുടെ ഫീലിങ്സ്, അവരും നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നോക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. Ace of Cups, Moon, Justice, Ten of Cups reverse ആണ്. ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു നല്ല അകൽച്ച നേരിടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിലും വലിയൊരു കാര്യമായ ഒരു സംസാരമോ ഒന്നും നടക്കുന്നില്ല എന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹമുണ്ട്, മുന്നോട്ട് വരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറണം, ഒരു നീതിയുക്തമായി നിൽക്കണം, ഈ ബന്ധത്തിനൊരു വളർച്ച വരണം എന്നൊക്കെ ഉള്ളിൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടീസ് വളരെ എനർജി സ്ട്രോങ് ആണ്. തേർഡ് പാർട്ടീസ് എനർജി തീർച്ചയായും ഇവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് നിമിത്തം നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ മേ ബി നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. ആ വാക്കുകൾ ചിലപ്പോൾ രണ്ടുപേരെയും പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അത് കാരണം ഒരു ക്ലാരിറ്റി ഇല്ല. ഒരു എന്താണ് നീ സംസാരിച്ചാൽ ശരിയാവുമോ, ഇനി ഇത് മുന്നോട്ട് പോയാൽ എന്താകും, ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഭയങ്കര ആശയക്കുഴപ്പം നേരിടുന്നുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ. എന്നാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, നിങ്ങൾക്ക് വേണ്ട ന്യായം തരണം, സ്നേഹം ഉള്ളിലുണ്ട്, നല്ലോണം നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷേ മേ ബി ആ തേർഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഫാമിലി, ഫ്രണ്ട്സ് ആരൊക്കെയോ ഇതിൽ നല്ല ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരും ഈ വ്യക്തിക്ക് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹത്തിന് അനുയോജ്യമായി മുന്നേക്ക് വരാൻ ആരൊക്കെ തടയുന്നതായും കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഒരു നീതി നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് നിങ്ങളോട് ആ സ്നേഹത്തോടെ, പഴയ ആ ഒരു വളരെയധികം ആത്മാർത്ഥതയുള്ള ആ സ്നേഹത്തോടെ വീണ്ടും നിങ്ങളോട് മുന്നേക്ക് വരണം. ഒന്നേ എന്ന് തുടങ്ങണം, എല്ലാം പഴയപടിയാക്കി വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി അത് നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തന്നെയാണ് സ്വയം. എന്നിട്ട് മുന്നോട്ടേക്ക് വരാൻ പറ്റാത്തത് ഓർത്തിട്ട് സ്വയം ഒരുപാട് ദുഃഖം ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുമായി ഈ ഒരു അകൽച്ച ആ വ്യക്തിനെ വളരെ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ട്. ഈ അകൽച്ച അതാണ് ഇപ്പോൾ ഈ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ലഭിക്കുന്ന എനർജി. ദുഃഖം, കാരണം തേർഡ് പാർട്ടീസ് ആരൊക്കെയോ വളരെ സ്നേഹമുണ്ടെങ്കിലും മുന്നോട്ട് വന്നൊന്ന് മിണ്ടാനോ അല്ലെങ്കിൽ അവർ തുറന്ന് ഇടപെടാനോ എന്തൊക്കെയോ കാരണങ്ങളാൽ
പറ്റുന്നില്ല. അതിനാൽ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഒരു നീതി തരും ആ ഒരു തരത്തിൽ വളരെയധികം ആഗ്രഹത്തോടെ മുന്നോട്ട് വരണം എന്നും ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും ഈ നമ്മൾ 1 എന്ന് തുടങ്ങി ചില കാര്യങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്ന പോലെ നിങ്ങൾ തമ്മിൽ വീണ്ടും ആ 1 എന്ന് തുടങ്ങണം, മുന്നേക്ക് വരണമെന്നും ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡുകൾ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് എന്ത് മെസ്സേജാണ് ലഭിക്കുന്നത് നോക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കൂ എന്നാണ് കാർഡുകൾ പറയുന്നത്. Your inner voice already knows the truth about this connection. Listen closely. ഈ പയൽ തിരഞ്ഞെടുത്ത വ്യക്തി ആര് തന്നെയായാലും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ, സ്വഭാവം എല്ലാം ആ വ്യക്തി റൈറ്റ് ആണോ റോങ് ആണോ ഏറ്റവും നന്നായി അറിയാവുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ എനർജിക്ക് അറിയാം ആ വ്യക്തി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്. നിങ്ങളുടെ എനർജിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷനും വളരെ നന്നായി അറിയാം. ആ വ്യക്തി ഗുഡ് എന്ന് 100% നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കൂ. നിങ്ങൾക്ക് അത് കേൾക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി അങ്ങനെ അല്ല എന്ന് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലിസൺ ക്ലോസ്ലി, നന്നായി ശ്രദ്ധിക്കുക. ആ ബന്ധത്തിൻ്റെ എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്. സാധ്യത, ഏതൊരു കാര്യത്തിനും സാധ്യതയുണ്ടല്ലോ, ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഒരു 50% നിങ്ങളുടെ സോള് പറയുന്നുണ്ടോ ഈ കണക്ഷൻ ആകും, ഈ വ്യക്തി മടങ്ങി വരും, അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ബട്ട് അങ്ങനെയല്ല, ഇനി ഇതിൽ പ്രത്യേകിച്ച് മാറ്റം വരില്ല എന്ന് ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തരുന്നതെങ്കിൽ വിശ്വസിക്കുക. ക്ലോസ് ലിസൺ പ്ലീസ്.